പുറകോട്ട് ചിന്തിച്ചപ്പോൾ എന്നൊക്കെ സംഭവിച്ചു. സൂര്യയുടെ ബ്രേക്കപ്പ്, അവർക്കുണ്ടായ സംഭവങ്ങൾ, നമ്മുടെ ബ്രേക്കപ്പ്, നമ്മൾ പോകുന്നത് എല്ലാം ഓർമ്മ വന്നു. ഇപ്പം നമ്മളെ കണ്ടുകൊണ്ടിരിക്കുന്ന ആർമീസിന് ഡൗട്ട് ഉണ്ടായിരിക്കും ഈ കാര്യങ്ങളൊക്കെ ഞങ്ങൾ പോയതിന് ശേഷമുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങൾ എങ്ങനെ അറിഞ്ഞുവെന്ന്. വേറെ എങ്ങനെയുമല്ല, അജയേട്ടനും ഒറിജിനായിട്ട് ഞങ്ങളെ തോരെ വീണ്ടും വീണ്ടും പിടിച്ചുകൊണ്ടിരുന്നു. പിന്നെ വിളിച്ച് അവസാനം ഞങ്ങൾ കോൾ അറ്റൻഡ് ചെയ്തപ്പോൾ കാര്യങ്ങൾ കംപ്ലീറ്റ് പറഞ്ഞു. പക്ഷെ സൂര്യ ഇതൊക്കെ അറിഞ്ഞിട്ടും യാതൊരു ഭാവവ്യത്യാസം കാണിച്ചിരുന്നില്ല. എന്താ പറയുക, ആളൊരു സ്റ്റക്കായ രീതിയിൽ എല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു ചെറിയ കുറ്റബോധം, അതായിരിക്കും. ബാക്കി ഞാൻ പറയാം. പിന്നെ കാര്യങ്ങളെല്ലാം അറിഞ്ഞു കഴിഞ്ഞപ്പം ആ കൂടെ സൂര്യ തകർന്നു പോയ മട്ടായിരുന്നു. പിന്നെ ഒരു ഉയർത്തെഴുന്നേൽപ്പായിരുന്നു. എന്താ പറയുക, അവരെ കാണുകയേ ചെയ്യണ്ട, ഇനി നിങ്ങളായിട്ട് നമ്മൾ എവിടെ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഞാനും നിങ്ങളുമായിട്ടുള്ള ബന്ധം അവസാനിപ്പിക്കുന്നു തുടങ്ങി ഒരു വലിയ ഭീഷണി തന്നെ ഞങ്ങളുടെ മുമ്പിൽ ഇറക്കിയായിരുന്നു. പിന്നെ ഒന്നും പറയണ്ടല്ലോ, ഞങ്ങൾക്ക് പിന്നെ ആളുടെ മുമ്പിൽ തലകുടിച്ച് നിൽക്കുക അല്ലാണ്ട് വേറെ പരിപാടിയൊന്നുമില്ല. കാരണം ആളെന്തേലും തീരുമാനിച്ചുറപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ അവൾ പറയുന്നതേ നടക്കൂ. അതുകൊണ്ട് ഞങ്ങൾ അങ്ങോട്ട് നിന്ന് കൊടുത്തു. ഞങ്ങൾ എവിടെ ഉണ്ടെന്നുള്ള കാര്യം ഒഴിച്ച് ഞങ്ങളിവിടെ എന്നൊക്കെ ചെയ്യുന്നു എന്നുള്ള എല്ലാം ഞങ്ങളിവിടെ പറയുന്നുണ്ടായിരുന്നു. പിന്നെ രുദ്രേട്ടൻ എപ്പോൾ സംസാരിക്കാനായിട്ട് സൂര്യയുടെ ഫോൺ കൊടുക്കാൻ വന്നാലും സൂര്യ മേടിക്കുന്നതും ഇപ്പം തന്നെ ഏതാണ്ട് 12ാമത്തെ ഫോണെങ്ങാണ്ട് അവൾ എറിഞ്ഞു പൊട്ടിക്കും ഈ കാര്യം പറഞ്ഞുകൊണ്ട്. അതുകൊണ്ട് ഇപ്പം ഞങ്ങൾ രുദ്രേട്ടൻ വിളിച്ചാലും സൂര്യയുടെ കൊടുക്കാറില്ല. പിന്നെ ആൾക്കോട് ഇതിനുള്ള പ്രശ്നം കാഴ്ച വെച്ചത് ഈ പറയുന്ന രുദ്രേട്ടൻ അവളുടെ സ്റ്റാൻഡേർഡ് അഥവാ ലോ ക്ലാസ് ആണെന്ന് പറഞ്ഞ് കളിയാക്കിയില്ലേ, അതുകൊണ്ടായിരിക്കും എന്നാണ് തോന്നുന്നത്. പിന്നെ സൂര്യക്ക് 2 മക്കളുള്ള കാര്യം ഇതുവരെ രുദ്രൻ അറിയത്തില്ല. അറിയില്ല എന്നല്ല, പറഞ്ഞിട്ടില്ല എന്ന് പറ. കാരണം അത് പറയാനോട് സമ്മതിച്ചിട്ടില്ല. കാരണം ഇത്രയൊക്കെ തന്നിൽ നിന്ന് നിർത്തിച്ചിട്ട് തനിക്കൊരു തുണയായിട്ട് നിൽക്കേണ്ട സമയത്തൊരു കൂടെ ഉണ്ടായിരുന്നില്ല എന്നതും കൂടെ ഈ പറയുന്ന സൂര്യനെ ദേഷ്യം പിടിപ്പിച്ചിരുന്നു. അതായിപ്പോൾ ആളൊന്നും മിണ്ടാത്തത്. പിന്നെ ആൾ ഇപ്പം ഭയങ്കര വായാടിയാണെങ്കിലും പുറത്തോട്ടിറങ്ങിയ ഒരു സിഗ്മ ഫീമെയിൽ. അതുകൊണ്ട് ആളെക്കുറിച്ചൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. പണ്ടത്തെ സൂര്യയെ അല്ല, സൂര്യ ആകെ മാറിയിട്ടില്ല. സൂര്യ പണ്ട് പാവമായിരുന്നു, ഇതായിട്ട് വർത്താനം പറയായിരുന്നു. ഇപ്പം അതൊക്കെ പോയിട്ട് വീട്ടിൽ സംസാരിക്കും, വെളിയിൽ പോയാൽ സംസാരിക്കത്തില്ല. ഒരു ആറ്റിറ്റ്യൂഡ് ക്യൂൺ അങ്ങനെ പറയുന്നതായിരിക്കും കുറച്ചുകൂടെ വെച്ചത്. എന്നാലും സൂര്യനെ സമ്മതിക്കണം, ആരും തുണയില്ലാണ്ടിരുന്നപ്പം സ്വന്തമായിട്ട് പിള്ളേരെ 2 പേരെയും നന്നായി പഠിപ്പിച്ച് ഇപ്പം ഈ ഒരു വയസ്സ് വരെ എന്ന് വെച്ചാൽ 7 വയസ്സ് വരെ അവന്മാരെ നന്നായിട്ട് പഠിപ്പിച്ച് ഒരിതാക്കി നിർത്തുകയും ചെയ്തു. കൂടത്തിൽ സ്വന്തമായിട്ടൊരു ബിസിനസ് തുടങ്ങി നമ്പർ 1 പൊസിഷനിൽ എത്തിക്കുകയും ചെയ്തു. അതാണ് സൂര്യ. അല്ലെങ്കിൽ പെണ്ണുങ്ങൾ കരുത്തന്നെ ഇറങ്ങിക്കഴിഞ്ഞാൽ ആരാന്നാ പിള്ളേർ വിചാരം. അവർ പിന്നെ വിളിക്കുമ്പോൾ ഞങ്ങളൊന്നും പറയാത്തതുകൊണ്ടാണ് അവൾ പറയുമെന്ന് പറഞ്ഞുകൂടാ, അല്ലാണ്ട് പേടിച്ചിട്ടൊന്നും അല്ല. പേടി തീരെ ഇല്ല. അയ്യോ താണ്ടി സൂര്യ വരുന്നടി, ഫുഡൊന്നും ഉണ്ടാക്കിയില്ല എല്ലാവർക്കും. എൻ്റെ അമ്മച്ചി ഞാനിന്നൊന്നും ഉണ്ടാക്കിയിട്ടില്ല. ദൈവമേ, അവളിന്ന് എന്നെ മീൻ വറുത്തതിന് വരെ എന്നെ പൊള്ളിച്ച് തിന്നുമെന്നാണ് തോന്നുന്നത്. ഇങ്ങോട്ട് വാർന്നിക്കണേ, ഞാൻ പോയി ഫുഡ് ഉണ്ടാക്കട്ടെ. പറ്റിച്ചേ. അന്നേരം സൂര്യനെ പേടിയുണ്ട് ഇല്ലെന്ന് പറഞ്ഞിട്ട് ഇപ്പം ഓടുന്ന കണ്ടു കഴിഞ്ഞാത്തൊന്നും സൂര്യനെ തീരെ പേടിയില്ലെന്ന് അല്ലേ? ഒരു കാലമാടെ തിങ്ങി എനിക്ക് ആ കൂടെ ഉള്ള ജീവനും കൂടി ഇപ്പം അങ്ങ് എടുക്കുമോ? എൻ്റെ പൊന്നും, ഒരു മിനി ഹാർട്ട് അറ്റാക്ക് വന്നു പോയൊരു ഫീല് ഞാനൊന്നും ഉണ്ടാക്കിയിട്ടുമില്ല. ഇവിടെ ഇനി കിടന്ന് ഛർദ്ദിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാലേ അവിടെ ഇരിക്കുന്ന ഫുഡ് ഇനി ആവത്തുമില്ല. നീ ഇപ്പം പറഞ്ഞ സംഭവം ശരിക്കും നടക്കും. അതുകൊണ്ട് വന്നോ മര്യാദയ്ക്ക് പോയി ഫുഡ് ഉണ്ടാക്കാം. ഓ നീ നടന്നു, ഞാൻ ദാ ഇപ്പം വരാം. അർജുനേട്ടൻ വിളിക്കുന്നുണ്ട്, എന്താ കാര്യം എന്നൊന്ന് ചോദിക്കട്ടെ. അവിടെ കിന്നരിച്ചോണ്ട് നിന്നേക്കരുത്, സമയം ദാന്ന് പറഞ്ഞങ്ങ് പോകും. അവർ പിള്ളേരെ വരുന്നതിന് മുമ്പ് എനിക്ക് അവർക്കുള്ള സ്നാക്സും സൂര്യ വരുന്നതിന് മുമ്പ് ഉച്ചത്തെ ഫുഡും ഉണ്ടാക്കി വെക്കേണ്ടതാണ്. ഇവിടെ ഇത്ര നേരം വർത്താനം പറഞ്ഞ് 3 മണിക്കൂർ പോയതേ അറിയത്തില്ല. നീ ഇപ്പോൾ അവൾ വന്നിട്ട് നമ്മളിവിടെ എന്നാർക്കുമായിരുന്നു എങ്ങാനും ചോദിച്ചു കഴിഞ്ഞാൽ മുഴുവനായിട്ട് അങ്ങ് വിടും. അതുകൊണ്ട് കിന്നരിക്കാണെന്ന് നിന്നേക്കരുത്, വേഗം അങ്ങ് വന്നേക്കണം. എനിക്ക് തനിച്ച് അവിടെ ഒരു പരിപാടി നടക്കില്ല, അതുകൊണ്ടാണ്. ആടി ഞാൻ വന്നേക്കാം, നീ നടന്നോ, ഇപ്പം തന്നെ ഞാൻ അങ്ങ് എത്തിയേക്കാം. ഹലോ അർജുനേട്ടാ, എന്താ ഈ സമയത്തൊരു കോള്? ഈ സമയത്ത് അതിനെ വിളിക്കാതെ പതിവല്ലല്ലോ. എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഏയ് പ്രശ്നമൊന്നും ഇല്ല അഞ്ജു, നീ ഇങ്ങനെ കിടന്ന് പേടിക്കേണ്ട. അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും കാര്യം പറയാൻ വിളിക്കുക ഉടനെ ചോദിക്കുന്നല്ലോ പ്രശ്നമുണ്ടോന്ന്. ഇവിടെ പ്രശ്നങ്ങൾ മാത്രമേ ഉള്ളൂ, എനിക്കറിയാൻ പാടാനായിട്ട് ചോദിക്കുക. പിന്നെ വേറൊരു കാര്യമുണ്ട്, ഒരു ബിഗ് സർപ്രൈസ് ഫോർ യു. നാളെ ഞങ്ങൾ അങ്ങോട്ട് വരുന്നുണ്ട്. സർപ്രൈസ് എന്ന് പറഞ്ഞിട്ട് പറയുന്നത് എന്തിനാണെന്നല്ലേ, വരുമ്പോൾ എനിക്ക് നല്ല മത്തിക്കറിയൊക്കെ വെച്ചേക്കണം. എനിക്ക് നല്ല എരിയുള്ള മത്തിക്കറിയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. നീ വലിയ കുക്ക് ചെയ്യുമെന്ന് എനിക്കറിയാവുന്നതുകൊണ്ട് നല്ല മത്തിക്കറിയൊക്കെ വെച്ചേക്കണം. ഏതായാലും സ്ഥലമൊന്നും പറഞ്ഞു തരണ്ട, ഞാൻ ലൊക്കേഷൻ ട്രേസ് ചെയ്തെടുത്തു, അതുകൊണ്ട് അങ്ങ് വരിക. പിന്നെ ഇങ്ങോട്ടൊന്നും ഇനി പറയണ്ട, ഞങ്ങൾ അങ്ങോട്ട് നാളെ വരുന്നു, അത്രേ ഉള്ളൂ.
അർജുനേട്ടാ ഇങ്ങോട്ട് വരല്ലേ വരല്ലേ എന്ന് പറഞ്ഞാൽ വരല്ലേ, ഞാൻ പറയുന്നത് കേക്ക് അങ്ങോട്ട്. ഇതെന്തോ അർജുനേട്ടാ ഇപ്പൊ ഇങ്ങനെ പെട്ടെന്നൊരു തീരുമാനമൊക്കെ, അങ്ങോട്ട് വരല്ലേ. അത് ശരി, ഫോൺ കട്ടാക്കിയോ? ഇങ്ങേർക്ക് ഞാൻ പറയുന്നത് കേട്ടാലെന്താ? ഇയാളുടെ വായിക്കോ തമ്പഴം കയറ്റി വെച്ചിരിക്കുമായിരുന്നോ ഞാൻ പറയുന്നതിന് മുമ്പ് ഫോൺ കട്ടാക്കാനായിട്ട്? അല്ല, ഇനിയിപ്പോൾ ഞാൻ എന്നൊക്കെ ചെയ്യണം? അയ്യോ, 2 പിള്ളേർ, ഇതിങ്ങനെ ഇനി അവിടെ കൊണ്ട് ഒളിപ്പിക്കും? അല്ല, അതിനെന്നകത്ത് ഒളിപ്പിക്കുന്നത്? ഇവരെ വേറെ വല്ല വീടും പറഞ്ഞോ? അല്ല, ട്രേസ് ചെയ്തല്ലേ വരുന്നത്? അപ്പോൾ ഉറപ്പായിട്ട് ഈ വീട്ടിൽ തന്നെ വന്ന് കയറും. പിന്നെ സൂര്യ, ദൈവമേ, നാളൊരു കൊലപാതകം നടക്കാൻ നല്ല ചാൻസ് ഉണ്ട്. പിന്നെ അഞ്ജുവിൻ്റെ അടുത്ത് ഇത് കാര്യം പറഞ്ഞു നോക്കാം. വല്ല ഐഡിയ അവളുടെ കാണും. അല്ലെങ്കിൽ ഐഡിയയോടും കുരുട്ടൂത്തിക്കും അവളെ കഴിഞ്ഞിട്ട് വേറെ ആൾക്കുള്ളൂ. വേഗം ചെന്ന് ചോദിക്കാം, ഇവിടെ നിന്ന് സമയം കളയണ്ട. എന്താടി അഞ്ജു, നിനക്ക് വല്ല ബാധയും കയറി ഇതുപോലെ കിടന്ന് ടെൻഷൻ അടിക്കാൻ? ഇത്രയും നേരം അവിടെ ഇരുന്ന് വെച്ചിട്ട് ഒരു കുഴപ്പമില്ലായിരുന്നല്ലോ. അർജുൻ വിളിച്ചു കഴിഞ്ഞിട്ടെങ്ങാണ്ടായി പ്രശ്നം തുടങ്ങിയത്. എന്താ അർജുനേട്ടൻ പറഞ്ഞേ? വേറെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞോ? പിന്നെ നീ ഉദ്ദേശിച്ച രീതി വല്ലതായിരുന്നെങ്കിൽ ഞാൻ ഇവിടുത്തെ ബ്ലഷ് അടിച്ചാണ്. ഇതൊന്നും അല്ലല്ലോ, തലയെടുക്കുന്ന രീതി വർത്തമാനം പറഞ്ഞ മരഭൂതമല്ലേ അവൻ. അല്ലേലും അവനെ കൊണ്ട് എല്ലാത്തിനും കൊള്ളാം. സമയം ഫുൾ ടൈം കിടന്നുറങ്ങാനും ഫുഡ് കഴിക്കാനും അല്ല, ആ തെണ്ടിക്ക് വേറെ എന്തെങ്കിലും അറിയാമോ? ഓ, ഞാൻ അങ്ങോട്ട് പറയാൻ പോകുന്ന എന്നാണെന്ന് കേൾക്കാൻ പോലും മനസ്സ് കാണിക്കത്തില്ലാത്ത പരമ ചേറ്റ. എനിക്കാണ് അങ്ങോട്ട് കരിപ്പങ്ങ് തീരുന്നില്ലല്ലോ ദൈവമേ. എടി, ഒരു കാര്യം ചെയ്യാം, നമുക്ക് പെട്ടിയും കിടക്കായിട്ട് ഇപ്പം തന്നെ സ്ഥലം വിടാം. നിനക്കാവുമ്പോൾ പറഞ്ഞാൽ മനസ്സിലാവിയല്ല. അല്ല, ഞാനിപ്പോൾ ആരോടെ പറയുന്നേ? നിന്നോട് ഞാൻ പറയാൻ വേണ്ടി വന്ന കാര്യം ഇതല്ലല്ലോ. എനിക്കൊരു സഹായം ചെയ്തു തരാമോ? നീ എന്ത് തേങ്ങയാണ് ഈ പറയുന്നേ? അല്ലെങ്കിൽ നിനക്ക് ഞാനിപ്പോൾ പറഞ്ഞൊക്കെ തേങ്ങ മാങ്ങയായിട്ടൊക്കെ തോന്നത്തുള്ളൂ. ഞാനിതങ്ങ് പറഞ്ഞു കഴിയുമ്പം അത് ആറ്റപ്പോമ്പും ബോംബൊക്കെ ആയിട്ട് നിനക്കങ്ങ് തോന്നിക്കോളും. അല്ലെങ്കിൽ ഇത് തോന്നണമല്ലോ, അങ്ങനെ ആയിരിക്കണമല്ലോ. ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ കേട്ടിട്ട് നിനക്ക് ബോധം ഉണ്ടായാൽ മതിയായിരുന്നു. അല്ലെങ്കിൽ അസ്വസ്ത്രം ഇതിലെന്തെങ്കിലും നീ എന്നെ കൊന്നാൽ മതിയായിരുന്നു. അവന്മാരില്ലാത്തടി ഇപ്പം ഇങ്ങോട്ട് കെട്ടിയെടുക്കുന്നത്. അതുങ്ങളോട് ഞങ്ങൾ പറഞ്ഞല്ലേ നമ്മൾ ഇങ്ങോട്ട് വിളിക്കുന്നത് വരെ വരാൻ പാടില്ലെന്ന്. അന്നേരം ട്രേസും ചെയ്ത് വരാൻ പോകും അവന്മാർ. ട്രേസും ചെയ്ത് വരുമ്പോഴത്തേക്ക് ട്രൗസർ പോലെയായിട്ട് തിരിച്ചു പോകേണ്ട അവസ്ഥ ഒരു അവന്മാർക്കൊന്നും പറഞ്ഞു കൊടുക്കടി അങ്ങോട്ട്. നീ ഒന്ന് വിളിച്ചു നോക്കുക, അവന്മാരോട് കാര്യം പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഇങ്ങോട്ടെങ്ങാനും വന്ന സൂര്യ തലയല്ലി കുളിക്കുമെന്ന്. അതിന് ആ ഫോൺ ആദ്യം ഓണാവണ്ടേ? ആ ഫോൺ സ്വിച്ച് ഓഫാണ്. നമ്മളിങ്ങനെ വിളിച്ച് ശല്യപ്പെടുത്തുമെന്ന് പേടിച്ച് അതുങ്ങളത് ഓഫാക്കി വെച്ചിരിക്കുക. ഞാൻ രുദ്രേട്ടനെ വിളിച്ചു, ഇപ്പം അർജുനേട്ടനെ വിളിച്ചു, അജയേട്ടനെ വിളിച്ചു. ഇവന്മാർ 3 പേര് ഫോൺ എടുക്കുന്ന. ഫോൺ എടുക്കുന്നതെന്ന് മാത്രമല്ല, യുവർ നമ്പർ റെക്കോർഡിംഗ് കറൻറ്റ്ലി സ്വിച്ച് ഓഫ്, പ്ലീസ് കോൾ അഗെയിൻ ലേറ്റർ. ഇത് തന്നെ പറഞ്ഞിട്ട് തലയ്ക്ക് വട്ടും എടുത്ത്. അതല്ലേ നിൻ്റെ അടുത്തോട്ട് ഞാൻ വന്നേ. വേറെ എന്തെങ്കിലും ഒരു ഐഡിയ പറഞ്ഞ് താടി. എനിക്ക് കാലും കൈയും പറത്തിച്ചിട്ട് പാടില്ല. ഇനിയൊന്നും നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റില്ല. അവർ വരുമെന്ന് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ വന്നിരിക്കും. കാരണം ഇത്ര നാൾ നമ്മൾ അവരെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് അവിടെ പിടിച്ച് നിർത്തിയെന്നെങ്കിലും കരുതാം. ഇനി അവർ വരാതിരിക്കത്തില്ല. പിന്നെ എങ്ങനെയാണല്ലോ ഇവർ ഒന്നിക്കണം? ആ പിള്ളേർക്ക് അച്ഛനും അമ്മയായിട്ട് ഇവരെ 2 പേരും വേണ്ടതാണ്. അതുകൊണ്ട് വരുന്നിടത്ത് വെച്ച് കാണാനുള്ള മൈൻഡിലങ്ങിരിക്കാം. അന്ന് അങ്ങനെ ഇരിക്കുക അല്ലേ? അവരോട് കാര്യം പറയണ്ട, വരുമ്പോൾ കാണട്ടെ. അതെന്ത് ചോദ്യമാണോ? നിനക്ക് അതിൻ്റെ ഉത്തരം അറിയാലോ. പിന്നെ എന്തിനാ ഈ ചോദ്യം? പിന്നെ ഈ സൂര്യ ഏതെങ്കിലും ഒരു കാര്യം ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ അത് ഡണ്ണെന്നല്ലാണ്ട് ഫ്ലോപ്പ് എന്നുള്ള അർത്ഥത്തിലേക്ക് വരില്ല. അതുകൊണ്ട് ഈ ഡീലിങ്സും നമുക്ക് തന്നെ സ്വന്തം. പിന്നെ ആകെ കൂടെ വേഗത്തുകൂടെ ചിരിക്കുവാണല്ലോ മോളെ അഞ്ജു. നീ എന്തോ പറ്റി? എന്തോ നല്ല ടെൻഷനുള്ളതായിട്ട് ആ മുഖത്ത് കാണിക്കുന്നുണ്ട്. കള്ളൊന്നും പറയണ്ട. എന്താ കാര്യം? എന്ത് ടെൻഷൻ? എനിക്കൊരു ടെൻഷനും ഇല്ല. പിന്നെ നിന്റെ ആ 2 സൽപുത്രനും പുത്രിയും കൂടി ഇങ്ങ് എത്തിക്കഴിയുമ്പോഴത്തേക്കും എന്നെ എടുത്തിട്ട് വരുമല്ലോ. അതുകൊണ്ട് നേരത്തെ കുറച്ച് സുരക്ഷാ കവചങ്ങളൊക്കെ എടുത്ത് വെച്ചിരിക്കുക. അതുകൊണ്ട് അതുങ്ങൾ വരാൻ വേണ്ടി നോക്കിയിരിക്കുകയായിരുന്നു ഞാൻ. ഓ, അങ്ങനെ. മമ്മ, ഞങ്ങൾ വന്നു, വേറെ ഇറങ്ങി വായോ. ഇതാരൊക്കെ? അപ്പു വന്നു. നിങ്ങൾ എപ്പോൾ വന്ന്? നിങ്ങൾ വരാൻ കുറച്ച് നേരമായിട്ട് ഞാൻ നോക്കിയിരിക്കുക. അതെന്തിനാണെന്ന് തീരെ അറിയില്ലല്ലേ? എന്നെ മിസ് വിളിച്ചായിരുന്നു. നിങ്ങളുടെ സൽപുത്രനും പുത്രിക്കും നല്ല നല്ല അഭിപ്രായങ്ങൾ പറഞ്ഞു തരാനായിട്ട്. അല്ലെങ്കിൽ പേരൻസ് മീറ്റിങ്ങിന് ഞാൻ വരാത്തതുകൊണ്ട് ഇവർക്ക് ഇങ്ങനെ ഫോണിൽ വിളിച്ച് എന്നെ എന്തും പറയാലോ. പിന്നെ 2നോടുമായിട്ട് ഞാൻ പറഞ്ഞേക്കുക, ഇപ്പം നിങ്ങൾ തലക്കെട്ട് കുപ്പി വെച്ചടിച്ച കൊച്ചുണ്ടല്ലോ ആശുപത്രിയില, അതിനെന്തെങ്കിലും സംഭവിച്ചാൽ 2നെ ഞാൻ തൂക്കിയെടുത്ത് തോട്ടിക്കളയും. പറഞ്ഞില്ലെന്ന് വേണ്ട. അപ്പം ഇന്നും ഉണ്ടല്ലേ കംപ്ലൈൻറ്റ്? എനിക്ക് തോന്നി ഇതുങ്ങൾ 2 പേരുടെയും പമ്മിയിരിക്കൽ കണ്ടപ്പോഴേ.
നീ ഒരക്ഷരം മിണ്ടരുത്. ഈ രണ്ടിനെയും ഇതുപോലെ വഷളാക്കി വെച്ചിരിക്കുന്നത് നീ ഒറ്റ ഒരുത്തിയ. ഇതുങ്ങൾ രണ്ടുപേർക്കും ഇപ്പൊ ആരെയും പേടില്ല, എന്നെ ഒഴിച്ച്. അങ്ങനെയുള്ളപ്പം നീ മിണ്ടരുത്. ഇതിന്റെയൊക്കെ വളം കൂട്ടിക്കൊടുക്കുന്ന ഒരേ ഒരുത്തി നീയാ. അതുകൊണ്ട് ഇവരെ കുറ്റം പറയാൻ നിനക്ക് ഒരു അവകാശമില്ല. രണ്ടെണ്ണത്തിന് സമാധാനമായല്ലോ. ഞാനാണ് പോലും നിങ്ങൾക്ക് വളം വെച്ച് തരുന്നത്. രണ്ടും പോയി കിടന്ന് നോക്കണം. ഇനി എൻ്റെ കൺവട്ടത്ത് കണ്ട രണ്ടിനെ ഞാനിപ്പോൾ ഭിത്തിയിലാക്കും. ആ മഹാത്മാഗാന്ധിനെ എടുത്ത് വെളിയിലാക്കിയിട്ട് നിങ്ങൾ രണ്ടിനെ ഫ്രെയിം ചെയ്യാതെ വെക്കും. മനസ്സിലായോടി? രണ്ടും കേൾക്കണം. ദൈവമേ, ഇന്നത്തെ ദിവസം അവസാനിക്കാതിരുന്നെങ്കിൽ നാളെ ആരെങ്കിലും ഒക്കെ കൊലപാതകം ഇവിടെ നടക്കും. എനിക്ക് പേടിയായിട്ട് പാടില്ല. ഏതായാലും ഈ എപ്പിസോഡിലൊന്നും കാണിക്കാൻ പറ്റിയാലോ ഗൈസ്. അതുകൊണ്ട് അടുത്ത എപ്പിസോഡ് ഇട്ട് വരുന്നിടം വരെ വെയിറ്റ് ചെയ്യണേ.